ലൈവിലിപ്പോൾ അനീഷിനെ കുറിച്ച് അനുമോള് ആദിലേൻ്റെയും നൂറേൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുൻപ് അനീഷും അനുമോളും ഇപ്പം നല്ലൊരു കൂട്ടാണ്. അവർ നല്ല ക്യൂട്ടായിട്ട് സംസാരിക്കുന്നു, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അനീഷ് അങ്ങനെയാണ്. ഷാനവാസിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ അനീഷിലേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ അനീഷ് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന അനീഷിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായി മാറിയിരിക്കുകയാണ് അനീഷും അനുമോളും. ഷാനവാസ് ഇപ്പം പുറത്ത് പോയത് അനീഷിനെ വല്ലാതെ ഒരു ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ അനുമോളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോള് അനീഷിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അനീഷിനെ കുറിച്ച് ആദിലിൻ്റെ അടുത്തും നൂറേൻ്റെ അടുത്തും അനുമോള് സംസാരിക്കുകയാണ്. അനീഷേട്ടൻ എന്ത് പാവാണെന്നോ, അനീഷേട്ടൻ ഒരു പാവാണെന്നൊക്കെ രീതിയിലാണ് ആദിലിൻ്റെ അടുത്ത് നൂറേൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അനുമോള് വേറെയും കാര്യം പറയുന്നുണ്ട്. അനീഷേട്ടൻ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചിനെ ഇനി നല്ലോണം നോക്കേണ്ട, നല്ല കെയറിങ് കൊടുക്കേണ്ട. അനീഷേട്ടൻ്റെ തെറ്റുകളൊക്കെ അനീഷേട്ടനെ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാവം മനുഷ്യനായിട്ടുണ്ട് അനീഷേട്ടൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ, ലൈവിൻ്റെ അടിയിൽ ഇപ്പോൾ അനീഷ് അനുമോളൊക്കെ ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടത്. അതിൻ്റെ അടിയിൽ പറയുന്നുണ്ട് ഇവരെ സംസാരം കേട്ടിട്ട് ഇവർ ലവ് ട്രാക്കാണ്, ലവ് ട്രാക്ക് പിടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ലവ് ട്രാക്ക് ഒന്നുമല്ല. അനീഷ് ആയാലും അനുമോളായാലും നല്ലോണം സംസാരിക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ആയിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒരു വളരെ ചിരിച്ചുകൊണ്ട് വളരെ കെയറിങ് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അല്ലാണ്ട് ലവ് ട്രാക്ക് ഒന്നുമല്ല. രസകരമായിട്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. വളരെ രസകരമായിട്ട് തോന്നുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.